നീ എന്തൊരു കാണിച്ചത്? അവൻ ഡാൻസ് കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണ് പറയേണ്ടത്. എടാ എല്ലാത്തിനും പറഞ്ഞു കൊടുത്താണ് എന്താണ്. ആദ്യം നീ നേരെ പോയ കളി. നീ സ്പീഡായിട്ട് പോയാൽ അവന്മാർക്ക് വരാൻ പറ്റും. നിന്റെ സ്റ്റെപ്പ് കറക്റ്റ് അല്ല, കാലം അങ്ങനെയല്ല പോകാനുള്ള. നീ ഒന്ന് സ്പീഡിന് കളിക്കണം ആശ്രേ. ശരി ഒന്നുകൂടെ പ്ലേ ചെയ്യാം. ഒന്നുകൂടെ. എടാ ഒരു 10 സെക്കൻഡ് താടാ എനിക്കൊന്ന് സ്റ്റെപ്പ് ഇടാൻ. നീയല്ലേ കളിയാ പറഞ്ഞ പെട്ടെന്ന് വരാൻ. ഇത് എന്തൊരു മര്യാദ ഇത്? അല്ല എവൻ തെറ്റിക്കണം, ഞാൻ ഫസ്റ്റ് കളിക്കാം. മര്യാദയ്ക്ക് കളിക്കണം. എനിക്ക് ഒന്നാമത് പ്രാന്തെടുത്തിരിക്കുകയാണ്. എടാ സിമ്പിൾ അല്ലേ, ഞാൻ ചെയ്തോളാം. ഫസ്റ്റ് നീ, സെക്കൻഡ് ഞാൻ, തേർഡ് ഇവൻ, ഫോർത്ത് ഇവൻ. നീ എന്തിനാ ഇപ്പഴേ വന്ന് ഇവിടെ നിക്കുന്ന? എടാ നിനക്ക് മാത്രം കളിച്ചാ മതിയാ, പോക്കർ തരം കാണിക്കരുത്. അല്ല എവൻ എന്ത് കൊതിയാ? ഞാനും ഇത് എന്നോട് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ പോവാന്ന് പറഞ്ഞല്ലേ. അടുത്തേൽ പിടിക്കാം നമുക്ക് അല്ലേ? അങ്ങ് ആർത്തി. ലാസ്റ്റ് ഇട്ട വീഡിയോക്ക് എനിക്ക് 10,000 വ്യൂസോളം ഉണ്ടായിരുന്നു. എന്റെ ലെവലിലൊത്തൊന്നും അല്ല നീ. എന്നിട്ട് നിന്നൊക്കെ ഞാൻ വിളിക്കുന്നില്ലടാ. നിന്റെ വിചാരം എന്തിനാണ്? നീ വലിയ തേങ്ങയാ. ഞാൻ ഹിത്തിക് റോഷനാ. ശരി, നീ ഒന്നും എന്റെ വീഡിയോ ഉണ്ടാക്കാൻ നിക്കണ്ട. നീയൊക്കെ നിന്റെ ഇഷ്ടത്തിന് പോക്കോ. നിന്റെ മൂഡ് താങ്ങിക്കാൻ അമ്മക്ക് വയ്യ. വാ പോവാ. അളിയോയ് നട്ടല് വയ്ക്കോ ഇട്. ഒറ്റ കാര്യം എനിക്ക് നിങ്ങളത് പറയാനുള്ളൂ. എടാ നിന്റെ കാല് ഭൂമിയിൽ നിൽക്കരുത്. അമ്മ അത് ഡാൻസ് ആയിരിക്കണം. അളിയാ പൊളിച്ചടിക്ക് വായിൽ ചുരുട്ടി അങ്ങ് വെച്ചേരും. ഞാൻ പണ്ടേ അങ്ങനെയാണ്. പിണയി പൊക്കണം ഞാൻ തന്നെ അവരറിയുന്നത്. അല്ലല്ല, എന്തൊരു തേങ്ങയായാലും എന്റെ കൊറിയോഗ്രാഫിക്ക് അനുസരിച്ച് നിന്നോളാം 3 സംസാരം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടാ. ഈ കുറ്റപ്പെടുത്തുന്നത് എന്തിന്? ഞാൻ എന്തായാലും അവനെ കുറ്റം പറയുന്നില്ല. അവസാനം നീയൊക്കെ അവന്റെ ടീമായിട്ട് എന്നെ ഒറ്റപ്പെടുത്താനല്ലേ. ഞാൻ നിന്റെ കൂടെയാണ് കേട്ടോ. വീണ്ടും പറയുന്നു എനിക്ക് ഡാൻസ് ഒന്ന് അപ്ലോഡ് ചെയ്യണം. കൂടെ നില്ല് പ്ലീസ്. മച്ചു പാട്ടങ്ങോട്ടോടെ എനിക്ക് തരിച്ചു നിൽക്കണത്. പയ്യൻ ഷോക്കായി പോയിട്ടോ. എന്റെ പെർഫെക്ഷൻ കണ്ട് പയ്യന് ജലൂസിൽ അടിച്ചു തന്നു. നമ്മള് 3 പേരും കൂടെ ഈ ട്രാക്കിൽ കയറിയപ്പോഴേ പയ്യൻ ട്രാക്ക് കെട്ടിപ്പോയെന്ന് തോന്നുന്നു. എന്റെ ഇന്നത്തെ ദിവസത്തെ 1000 രൂപയുടെ ഓട്ടം കളഞ്ഞിട്ടാണ് ഞാൻ ഈ വന്ന് ഈ കോമാളിത്തരങ്ങളൊക്കെ കഴുത. നിങ്ങൾ 3 പേരും പൊളിച്ചു കേട്ടോ. ഇനി ഒരു പൊളിപ്പ് കൂടെ നിങ്ങൾ 3 പേരും പൊളിക്കണം. ഒന്ന് തിരിഞ്ഞേ. ഞാൻ ഒരു ഫണ്ടാസ്റ്റിക് സത്യം പറയട്ടോ. എന്താണ്? നിന്റെ പ്ലേലിസ്റ്റ് അടിപൊളിയാണ്. താങ്ക് യു. ഇത് എങ്ങനെ ലൈക്ക് അടിച്ച് ചോദിക്കുന്നത്? നീ കാറി ഇടുന്ന പാട്ടൊക്കെ ഭയങ്കര രസമാണ്. വലിയ തലവേദന ഒന്നും എടുക്കില്ല. അളേ ഞാൻ എവിടെയെങ്കിലും പോണതിന് മുമ്പേ രാത്രി ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. എങ്ങനെയാടാ ഇതൊക്കെ? എന്തില്ലേലും നിന്റെ പ്ലേലിസ്റ്റ്. അളിയൻ കുറെ നേരം കൊണ്ട് ഇത് തന്നെ പറയുന്നത്. എന്തേലും നേടാറുണ്ടോ എന്നെ കൊണ്ട്? നിന്നെ കൊണ്ട് ഞാൻ എന്തോന്ന് നേടും. ഒരു മന്തി നീർക്കുന്നല്ലാതെ. ശരിയാ. ഏതെങ്കിലും പെങ്കൊച്ച് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ പാട്ട് പ്ലേലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഇഷ്ടം പോലെ. ചുമ്മാ അളിയ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. നിന്റെ പ്ലേലിസ്റ്റ് അടിപൊളിയാണ്ടാ. താങ്ക് യു. സൂപ്പറാടാ. താങ്ക് യുടാ. സൂപ്പറാടാ. എടാ താങ്ക് യുടാ. സൂപ്പർ. അളി ഒരു കാര്യമല്ലേ നീ തിരിച്ചു മറിച്ച് പറഞ്ഞോണ്ടിരിക്കുന്ന? അയ്യോ, നീ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുന്ന പാട്ടൊക്കെ എന്നാടാ? എന്തുവാടാ അത്? നിന്റെ സ്റ്റോറി കാണാൻ ഭയങ്കര രസമാടാ അത്. ഒരു സ്റ്റോറിക്ക് വേണ്ടിട്ട് ചിലപ്പോ ഞാൻ 1.5 ദിവസമൊക്കെ പാട്ടിന് വേണ്ടി ചെലവാക്കും. എന്നാ കഴപ്പാടാ നിനക്ക്? ആശ്രയ ഒരു അടിപൊളി പാട്ട് കിട്ടി. ആശ്രയ ഈ പാട്ടില്ലേ നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്ട് ആവൂടാ. ആശ്രയ മെൽറ്റ് ആയി പോവാ പാട്ടില്. ഹീൽ ആവൂടാ. वाह क्या लड़का है, वेरी हैंडसम बॉय, इससे तो बहुत मजा आएगा। रुकिए ना, थोड़ा सा काम है। अरे बाबू ऐसे क्यों बोलते हो? रुको ना। सुनो ना, एक बात बोलना है। बाप भाई ना हो गए? अरे बाप भाई तो है लेकिन ഈ രാത്രി ഇങ്ങനെ ആകാശം നോക്കിയിരിക്കുക എന്ത് രസോടാ. ഭയങ്കര ആശ്വാസോടാ. ലൈഫിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആകാശം നോക്കി ഇരുന്നാ മതി, അതങ്ങ് മാറും. 2 ദിവസം ആഹാരം കഴിക്കാതിരുന്നിട്ട് ആകാശം നോക്കി വിശപ്പ് കാറോ? ചുമ്മാ വായിത്തോന്ന പറയാൻ ഇടയുടെ. ഈ ബഹിരാകാശത്ത് പഠിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലിമിറ്റ്ലെസ്. കൗണ്ട്ലെസ് ആൻഡ് ഫാബ്രിക്കന്റലി ലൂപ്പ്. സേ അഗൈൻ. ഫാബ്രിക്കലി ആൻഡ് ലൂബ്രിക്കന്റലി ദിസ് ഈസ് വെരി ബിഗ്. വാട്ട് ഈസ് ലൂബ്രിക്കന്റ് ആശർ? ദാറ്റ് ഈസ് എ ഫാക്ട് ഓഫ് ദി നൺ ഓഫ് ദി യുവർ ബിസിനസ്. ആകാശത്ത് കൊണ്ടിരിക്കും. ചില നക്ഷത്രമൊക്കെ സൂര്യനേക്കാളും വലുതാണ്. നമ്മളെ സ്കൂളിലൊക്കെ പഠിച്ചു തന്നെ.
മറ്റേ പയ്യൻ കാണിക്കുന്ന പരിപാടികൾ കാണുമ്പോഴേ എന്റെ നെഞ്ചാമരത്തെ അരമ്പ് കിടന്ന് പിടയ്ക്കുന്നളിയാ. ഏത് പയ്യൻ? അലൻ മസ്ക്. അലോൺ മസ്ക് അല്ല, എലോൺ മസ്ക്. എന്തൊക്കെ പരിപാടിയാ കാണിക്കുന്ന? ഭൂമിയിലൂടെ അല്ല ആകാശത്തൂടെ ട്രെയിൻ ഓടിക്കുന്നു. ഇങ്ങനെയൊക്കെ എന്തുവാടാ കലക്കി കുടിക്കുന്ന ഇങ്ങേരി? ഇടതോ ആളതോ ചൊവ്വയില് വീട് വെച്ച് പാലുകാച്ചിന് പോകണം അടുത്ത ആഴ്ച. വാൽ നക്ഷത്രം കാണുന്നവനാണ് ഭൂമിയിൽ ഏറ്റവും ഭാഗ്യം ചെയ്തത് എന്ന് പറഞ്ഞ് നീ യോജിക്കോ ഇല്ലേ? ഞാൻ യോജിക്കത്തില്ല. യെസ്, യു ആർ ബ്രില്യന്റ്. ഞാൻ ഇതിപ്പോ ഉണ്ടാക്കി പറഞ്ഞ നീ യോജിക്കാത്ത കാര്യം. നമ്മൾ ഇപ്പൊ ഈ കാണാൻ നക്ഷത്രമല്ലേ, ഈ നക്ഷത്രം ഇപ്പൊ ഉള്ളതല്ല. മാത്രമല്ല വേറൊരു കാര്യമുണ്ട്, ചന്ദ്രനിൽ വെള്ളമുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമുള്ള കളിയാ. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിച്ചതാണത്. ആഹാ, എന്നാ പിടിച്ചോ. ഈ മേഘം ഇല്ലേ, മേഘത്തിന് നല്ല വെയിറ്റ് ഉണ്ട്, അതറിയോ? നീ മേഘത്തിനെ പിടിച്ചു നോക്കിയാ വെയിറ്റ് ഉണ്ടെന്ന് അറിയാൻ. ഇയാൾ നേരത്തെ പറഞ്ഞ ഈ കാണുന്ന നക്ഷത്രം ഇപ്പോൾ ഉള്ള അല്ലെന്ന് പറയുമ്പോ ഞാൻ വിശ്വസിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഇയാൾക്ക് അങ്ങോട്ട് വിശ്വസിച്ചൂടെ? ലീവ് ഇറ്റ്. യൂണിവേഴ്സ് ഈസ് വെരി ബിഗ്. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? എന്താണ് നമ്മുടെ ജീവിതം? ഇത് ഉരുണ്ട സാധനത്തിന്റെ മണ്ടേ ജീവിക്കുന്നു. ഈ ഭൂമി സ്പീഡിൽ കറങ്ങി പോണ്, അതിന്ന് തെറിച്ച് വീഴുന്നില്ല. ഇതൊക്കെ ഇരുന്ന് ആലോചിച്ച് എനിക്കിങ്ങനെ മലന്ന് നടന്നൊരു നക്ഷത്രം ഉണ്ടെന്ന് തോന്നറാ. ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിച്ചു, ഒരു ദിവസം 1,00,000 നക്ഷത്രം ഞാൻ എണ്ണി. ഞാൻ വിശ്വസിക്കളിയാ. ഒരു ദിവസം ഞാൻ 2,00,000 നക്ഷത്രം എണ്ണി. 1,00,000 ഞാൻ തള്ളിയതായിരുന്നില്ല. നീ ചെറുക്ക് 2,00,000 നക്ഷത്രം എണ്ണിയാൻ തോ. ഈ ചുമന്ന ചന്ദ്രൻ എങ്ങനെയാണ് വരുന്നത്? ദൈവം ബോറടിച്ചപ്പോ ചന്ദ്രനെ കളർ അടിച്ചു വിട്ടു. ഒന്ന് പോടെ മാറി. യൂണിവേഴ്സ് ഈസ് വെരി ബിഗ്. എന്ത് രസമുള്ള ആകാശങ്ങൾ നോക്കിയിരിക്കാൻ. ഉപയോഗം കഴിഞ്ഞെങ്കിൽ വണ്ടിയെ കൊണ്ട് തന്നൂറടാ. അളിയ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത്? എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയാൻ വയ്യളിയാ. കാര്യം പറയണായിരിക്കെ. അത് ഞാൻ എങ്ങനെ പറയൂടാ നിന്റെ അടുത്ത്? നിന്റെ വണ്ടിയെല്ലാം കൊണ്ട് തട്ടിയാ? അതിനെന്താ? അതിനെന്താ? വണ്ടിയാകുമ്പോ തട്ടും. എവിടെയാ തട്ടിയത്? എഞ്ചിനുകളായി പോയാ? ബാ അയ്യോ, അതിലല്ല, ബാക്ക് സൈഡില്. ബാക്ക് ഇടിച്ച് മറിച്ച്. ഇല്ലല്ല, മറിഞ്ഞില്ല. ഏത് ഈ ഇത്തിരി പോലെ പെയിന്റ് പോയതാ? പോയ കാര്യങ്ങളൊക്കെ നടന്നില്ലേ? എന്ത് കാര്യം? കാറിന്റെ അകത്ത് കുത്തി മറിഞ്ഞ. EMI എപ്പോഴും അടച്ചോണ്ടിരിക്കുകയായിരുന്നു. അതായിരുന്നു ഒരു വിഷമ. 4 ടയറോടെ ഉണ്ടാണേ. ആ സുധീറേ. അളിയ ഞാൻ അറിയാതെ ഞാൻ വേണം. അളിയ ഒന്ന് പറഞ്ഞ കളിയാ, വണ്ടി ഇടിച്ചളിയാ. പെട്ടെന്നോ സ്പോട്ട് ചെയ്തണം. അളിയ നിർത്താതോ പോണ്. ഇതാണല്ലേ. ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുക. എന്തേലും പറയടാ. വണ്ടി ഇത് എന്ത് ചെയ്യും? ഇതിപ്പോ നമുക്ക് എനിക്ക് അറിയുന്ന പയ്യനായി പോയി. വണ്ടിയൊക്കെ ആകുമ്പോ തട്ടേ മുട്ടയൊക്കെ ചെയ്യും. പക്ഷെ എന്റെ വണ്ടിയായിരുന്നു അടി ചെവിക്കൽ ഞാൻ പൊട്ടിച്ചനാ. അവന്റെ നീ അടിച്ചാണ് എന്റെ ചെവുക്കെല്ലാം. നീ വിറയ്ക്കും. അവന്റെ അച്ചാരെന്നറിയോ? ഉണ്ട പത്രോസ്. ആ 3 ഉണ്ട ഇപ്പോഴും വീട്ടിൽ ഇരിപ്പില്ലേ? നിന്റെ വെഞ്ചാമര കയറ്റി ഓടി പൊട്ടിച്ചോണ്ടല്ലോ നിന്റെ അച്ഛനൊക്കെ നമ്മള് പണിഞ്ഞിട്ടുണ്ട്. ഒരു ബുള്ളറ്റ് അല്ലേ? ഓ, ആ പണിയായിരുന്നു. ഭയങ്കര തമാശ. ബ്രോ, ഇത് അറിയാതെ ഞാൻ തട്ടിയത്. എല്ലാരും അറിയാതെ തന്നെ തട്ടുന്നത്. സംഭവം എന്നറിയാം. അവന്റെ പെണ്ണുമായിട്ട് ഒന്ന് പോയി എന്റെ ശ്രദ്ധ ഒന്ന് മാറി പോയടേ. ഒന്ന് വിട് അല്ലേ. കാറിന്റെ അകത്ത് എന്തോ പരിപാടിയായിരുന്നു? കാറിന്റെ അകത്ത് ഇതിപ്പോ 1 മാസം എടുക്കും ഇത് പണിഞ്ഞു കിട്ടാൻ. ഭയങ്കര പണിയാണല്ലേ പണിയാൻ പോണ. പിന്നെ ഭയങ്കര പണിയില്ല. 4 ലെയറാണ് ഇങ്ങനെ ഇടാൻ പോണത്. 25 രൂപ പറയണ. 25,000 രൂപ താ. 500 ഔട്ട് തന്നെ വേണം. ആശ്രം ഒന്ന് പറയടാ. ഞാൻ മനപ്പൂർവ്വം ഇല്ല ബ്രോ. പുള്ളരെ കയ്യിൽ നിന്നൊക്കെ ചെറുതായിട്ട് പറ്റുന്ന ക്ഷമിച്ച് വിട്. 4 ലെയർ വേണ്ട ബ്രോ. 1 ലെയറിൽ അടിക്കാൻ പറ്റും. 1 ലെയറിലൊന്നും ഞാൻ അടിയൊന്നും നടക്കില്ല. ഞാൻ ശരീരം അനങ്ങിയാണ് പെയിന്റ് അടിക്കാൻ പോണത്. ഒരു 25,000 രൂപയാണെങ്കിൽ അടിക്കാം. ആ കുറ നീ കൊടുത്ത് തീർന്നു. അടയില്ലാതെ നടക്കില്ല. കാര്യം ഇവൻ തൊട്ട പണിയാണ്. റൂം എടുക്കാൻ പൈസ ഇല്ലാത്തോണ്ട് കാർ കൊണ്ടുപോയി. വിട്. ഞാൻ കൊടുത്ത് തീർത്തോളാം. ഞാൻ കൊടുത്ത് തീർക്കാം. വിട്. പൈസ ഇല്ലാത്തോണ്ട് എല്ലാം വാങ്ങാൻ ഇരിക്കരുത് കേട്ടോ. അവസാനം വിധി നിന്നെ വെപ്രാളിപ്പിക്കും. ഓക്കെ, പോട്ട് പോ. ഒരു 5 പൈസ പോലും വാങ്ങാതെ വിടല്ലേ അവനെ. സുധീറേ, നമുക്കൊരു കാലം ഉണ്ടായിരുന്നു. ഓലയുടെ ഇടയിലും കച്ചിലിന്റെ ഇടയിലും പിള്ളേരൊക്കെ മോനെ തുടിക്കെ പ്ലക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. അത്രേ ഉള്ളൂ. നമ്മളെ 4 പേരുടെ കാര്യം നമ്മൾ 4 പേരല്ലാണ്ട് 5ാമത് ഒരാളും കൂടെ അറിയുന്നുണ്ട്. അതാര്? ഇപ്പൊ ഒരു കാര്യം കാണിച്ചു തരാം. ആശിർ, നമുക്കിന്ന് ബീച്ചിൽ പോയാലാ? ഇപ്പൊ കണ്ടോ? നമ്മളൊന്ന് ബീച്ചിൽ പോയിട്ട് വരാവേ കേട്ടോ. മൈലാഞ്ചി വണ്ണ ഇപ്പൊ അവളെ വിളിച്ചറിയിക്കും നമ്മൾ ബീച്ചിലല്ല വയലിലാണ് എത്തിയെന്ന്. കണ്ടോ? ബീച്ചിലല്ല കേട്ടോ വന്നത്, വയലില്ല. പിന്നെ ഇവിടെ 38 മാവുണ്ട്, 48 തെങ്ങുണ്ട്, പിന്നെ 3 പനയുണ്ട് കേട്ടോ. ബാക്കി അപ്ഡേറ്റ് തരാവേ. എല്ലാ അപ്ഡേറ്റ് അവളെ വിളിച്ച് അപ്പ പറഞ്ഞോണ്ടിരിക്കും. പിന്നെ ഇനി നമ്മൾ എങ്ങോട്ടാണ് പോണ? ഇനി ചിലപ്പം ഒരു മലയിൽ പോകും. ഒരു സൺറൈസ് കാണാൻ പറ്റിയ പകല സൺറൈസ്. എടാ ഇതിപ്പോ അങ്ങനെ വിളിച്ച് അതേപോലെ പറയും കേട്ടോ. അപ്പൊ സൺറൈസ് കാണാൻ വേണ്ടി ഒരു മലയുടെ മണ്ടേ പോകും കേട്ടോ. ബാക്കി ഞാൻ അറിയിക്കാം കേട്ടോ. കിട്ടിയോ? ഹലോ, പോയാ?
എനിക്കും പെണ്ണുള്ളതിനേട്ടാ ഞാൻ ഇങ്ങനൊന്നും ചെയ്യൂല. ഞാനും ഇങ്ങനെ വിളിച്ചു പറയത്തില്ല. അതിന് നിനക്ക് വിളിച്ചു പറയാൻ ആരിയിരിക്കുന്നു? അതല്ലേ പറഞ്ഞ ഞാൻ വിളിച്ചു പറയത്തില്ലെന്ന്. നമ്മള് വിഷയത്തിൽ നിന്ന് തെന്നി പോണ്. എന്റെ എന്തൊക്കെ കാര്യം പെങ്കൊച്ച് അറിഞ്ഞു കാണും. നിന്നെ പറ്റി പറയാനാണെങ്കിൽ ഒരു നല്ല കാര്യം പോലും ഇല്ല. നമ്മൾ 4 പേരിൽ ഒതുങ്ങുന്ന എന്റെ ഇഞ്ചിക്കണ്ണ എന്നുള്ള പേര് പുറം ലോകം എങ്ങനെ അറിഞ്ഞു? ഇഞ്ചി കണ്ണ കറക്റ്റ് പറയണം. നമ്മൾ ഇനി എങ്ങോട്ടാണ് പോണത്? നമ്മൾ കാക്കനാടാണ് പോണം. കാക്കനാട് എന്തിന്? കാക്കയെ പറത്താൻ. ചുമ്മാ നിന്റെ തുള്ളത്തിനെല്ലാം തുള്ളി നിൽക്കുന്ന വെച്ചാൽ എന്നെ ഒരുമാരില്ല വിലയില്ലാത്ത കാണല്ലേ. ചുമ്മാ നടന്ന് ഓരോന്നും. എടീ ചിലപ്പോ നമ്മള് കാക്കനാട് പോകും കേട്ടോ. കാക്കയെ പറത്താൻ. കഴിച്ച എന്തോ ശരിയായില്ലടാ. എനിക്ക് വയറ് ഭയങ്കര വേദന. അജിന് ഭയങ്കര വയറ് തന്നെയാണ്. ഇന്നലെ അടിപൊളി ദിവസമായിരുന്നു. അടിച്ച് വിറ്റാടി ഞാൻ റോഡിൽ കിടന്ന് ഉരുണ്ട്. ഈ വിനായക കേട്ട് നമ്മളെ കൂട്ടത്തിൽ കവട്ട അടിച്ച് വിറ്റായിട്ട് ബാറിൽ കയറി ബിയർ സ്വന്തമായിട്ട് തലക്കടിച്ച് പൊട്ടിച്ച് അവിടെ ബോധമില്ല കിടന്ന് അവൻ തന്നെ സ്വന്തമായിട്ട് ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ഇപ്പൊ ജെട്ടിയൊന്നും ഇടാറില്ല, ഭയങ്കര കംഫർട്ടാ. അലയില്ലേ അവൻ ഫ്രീ തിങ്കറാ, അവൻ ജെട്ടിയിടൂല. കുഞ്ഞൂസെ, നമ്മുടെ സംഭാഷണം നിലനിർത്താൻ വേണ്ടി ഞാൻ ഒരു കാര്യം നിനക്ക് അയച്ചു കേട്ടോ. ഒരു അടിപൊളി വ്യൂ ഇപ്പൊ അയച്ചരാ. വാട്സാപ്പിൽ കയറി നോക്കണേ. എടി കുഞ്ഞൂസെ, അടുത്ത അപ്ഡേറ്റ് ആണ്. ഇന്ന് രാവിലെ ചമ്മന്തി കറിയായിരുന്നു ദോശയോടെ. അങ്ങനെ ആ ചമ്മന്തി കറിയിൽ നിന്ന് 3 കറിവേപ്പില കിട്ടി, 18 കടുകും. അത് 3 ഞാൻ മാറ്റി കളഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ കൂട്ടത്തിൽ അജിന്റെ ഒരു കാര്യം പറഞ്ഞ് നമുക്ക് ചിരിച്ചാലോ? ഞാൻ ഇപ്പൊ കച്ചൻ ചൊറഞ്ഞു വിളിച്ച് അപ്ഡേറ്റ്. ഞാൻ ഇന്നലെ 2 കിലോ വെളുത്തുള്ളി വീട്ടിലേക്ക് വാങ്ങിച്ചു കൊടുത്തു. അതും കൂടെ പറ. അപ്ഡേറ്റ്. ഞാൻ ഇന്നലെ റോഡിലിട്ട് 3 അട്ട ചവിട്ടി കൊന്നു. അപ്ഡേറ്റ് ചെയ്യടാ. ഞാൻ ഇന്നലെ 2 കസവിന്റെ മുണ്ട് മേടിച്ചു. അപ്ഡേറ്റ് ചെയ്യും. ഫ്രണ്ട്സിന്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്ന ഞാനൊരു കൂസനാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എന്തുകൊണ്ട് ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ, ഞാൻ ഇതല്ലാതെ അവളോട് വേറൊരു കാര്യം ഇത്ര ഇൻട്രസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് നിലനിൽക്കാൻ നിങ്ങൾ ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കൂ. എവിടെയായിരുന്നടാ നീ? എന്തിനാടാ ഞാനല്ലടാ ഉള്ളു ഈ നാട്ടിലെല്ലാം ചെയ്യാൻ. ഞങ്ങൾ 2 മണിക്കൂറാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന. MLA ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അടുത്ത ഇലക്ഷന് ഞാൻ നിക്കണമെന്ന് നാട്ടുകാരെല്ലാം കൂടെ പറയുന്നു. എന്നാ പിടിപാടാടാ നാട്ടിൽ നിനക്ക്? പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കാൻ പോണതാണ്. എന്തേ ഒരേ ഒരു ഹാഷിർ. ആ പൂവാനുള്ള വണ്ടി എന്തേ? ഇവിടെ നടന്ന് ആസ്വദിക്കാനാണ് കിടക്കുന്ന സ്ഥലങ്ങൾ. നിങ്ങളോട് വന്നേ. ആ ട്രെയിൻ ഓടിച്ച ആളില്ലേ എന്റെ ഫ്രണ്ട് 2 മറ്റേ സ്പെഷ്യൽ ചായ. ഇവിടത്തെ ചായ എന്ന് പറഞ്ഞാണ്ടല്ലോ സൂപ്പർ ചായ. പശുവും പാലിലല്ല, എരുമപ്പാൽ. അയ്യോ വലിഞ്ഞടിക്കാം. ചായ കുടിക്കാതെ ഞാനായിരുന്നല്ലേ അഡിക്റ്റ് ആയി. സ്പെഷ്യൽ മസാലയൊക്കെയാണ് ഇവിടെ ചേർക്കുന്നത്. സ്പെഷ്യൽ മസാല. മീൻകറിക്കുള്ള മസാല ഒരു അങ്ങനെ ചായ ഇടും. സൂപ്പർ ചായ. എടാ നിന്നെ ഇവിടെ എല്ലാവർക്കും അറിയാല്ലേ? ഞാൻ ഈ നാട്ടില് ഭയങ്കര ഫേമസാ. ഒരു രക്ഷയില്ലാട്ടാ എല്ലാരുമായിട്ടും കണക്ഷൻ. ഈ ഇലയായിട്ട് ഞാൻ കണക്ഷനാണ്. കൊച്ചാണോ എവിടെയായിരുന്നു? ഇന്നലെ കാറ്റടിച്ചോ മോളിൽ പോയി. ഇപ്പോഴാണ് കിട്ടിയ. പോട്ടോ ഇവിടെ ഇല അനങ്ങണമെങ്കിൽ ഞാൻ അറിയണം. പിന്നെ ആശ്രയ നമ്മളിനി അടുത്ത എങ്ങോട്ടാണ്ടാ? നീ നാട്ടിലെ സ്പോട്ടൊക്കെ കാണിക്കേ. ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ മണ്ണിൽ പണ്ടത്തെ രാജാക്കന്മാർ ഓടിക്കളിച്ച മണ്ണ. പ്രകൃതിപരമായിട്ട് ആസ്വദിക്കൊന്നുമില്ലേ? ഇനി ഒരു ഇടിവെട്ട് സാധനം കാണിച്ചു തരാം. നിങ്ങളിത് പുറത്തു പോയി പറയലും. ഇത് എവറസ്റ്റ് പൊടിച്ചോണ്ട് വന്നതാ. പുറത്ത് പറയല്ലേ സീന. പറക്കിയെടുത്ത് ഒരെണ്ണം പോക്കറ്റ് ഇട്ടോണ്ട് വീട്ടിൽ കൊണ്ടുപോയി. ഇവനെന്താ രാവിലെ അവൻ പഞ്ചാരവെള്ളം കലക്കി കുടിച്ചാ? ഇവന്റെ നാട്ടിൽ സത്യം പറഞ്ഞ ഒരു തേങ്ങയില്ലാട്ടാ. ഒരിറ്റി കണ്ണീരില്ലാതെ എനിക്ക് ഇതിന്റെ കഥ പറഞ്ഞു തരാൻ കഴിയില്ല. കണ്ണീര് കാണുന്നില്ലല്ലോ അതിന്. വന്നു. ആഗ്രയിലിരിക്കുന്ന താജ്മഹൽ പണിത് വന്ന ബാക്കിയൊന്ന സിമന്റും കല്ലും വെച്ചാണ് ഇത് പണിതത്. ഷാജഹാന്റെ ഓർമ്മയ്ക്കായിട്ട് എന്റെ ഉപ്പാപ്പ ഉണ്ടാക്കിയതാണിത്. താജ്മഹലായിട്ട് വൻ കണക്ഷനാണ്. ഇത് ഏത് വർഷം ഉണ്ടാക്കിയത്? 2018. ഇവിടെ സുഖമാണ്. ഞാൻ ഇപ്പൊ ഒരാവേശ എന്ത് ചെയ്യുന്നു. കുറച്ചേരം ഞാൻ ഇങ്ങനെ നിന്നോട്ട് അണ്ണാ. പിന്നെ ഇപ്പൊ പൊന്നരിക്ക് എത്ര അണ്ണാ? 6 മോനെ. മധുരക്കിഴങ്ങ് ഇഷ്ടമാണോ? പോട്ടെ അണ്ണാ. കേട്ടാ കാണാൻ കേട്ടോ. നല്ല മീശ വലിയ കേട്ടാ. ഹലോ, കൊച്ചിന് സ്നഗ്ഗി വാങ്ങണോ? ഒന്ന് പ്രീതി ചേച്ചിക്ക് ഞാൻ പോയിട്ട് ഇപ്പൊ വരാം കേട്ടോ. അല്ലെ ഇവിടെ ഞാൻ ഭയങ്കര സീനാണ്. എന്റെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ പൊളിയാണ്. ഒരു രക്ഷയില്ല. നിന്നെ ഇവിടെ ആർക്കും അറിയത്തില്ല അല്ലേടാ. നീ എങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ലല്ലേ വീട്ടിൽ നിന്ന്? പുറത്തേക്ക് എടാ ഞാൻ ഇവിടെ സീനാണ് നാട്ടില്. നീ സീനാണെന്നുള്ള കാര്യം മനസ്സിലായി. വിട് ഓട്ടെ, നമുക്ക് മനസ്സിലായി. നമ്മൾ എന്തോന്ന് കൂട്ടുകാരളിയാ? നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഇങ്ങനെ മിണ്ടാതെ പിണങ്ങി നിൽക്കുമ്പോ നമ്മൾ ഡാൻസ് കളിക്കുന്ന ഫ്രണ്ട്സിന്റെ അർത്ഥം അറിയണോ നിനക്കൊക്കെ? ഫ്രണ്ട്സിന്റെ വാല്യൂ അറിയാം നിനക്കൊക്കെ? 5 അക്ഷരമുണ്ട് ഫ്രണ്ട്സിന്. FRIENDS. 5. അയ്യോ. F മീൻസ് എന്താടാ? ഫൺ. നോ. ഫാമിലി. R മീൻസ് എന്താടാ? റെയർ. I മീൻസ് ഇന്റിമസി. E മീൻസ് എലക്ട്രിസിറ്റി. യെസ്. N മീൻസ് നെവർ എൻഡിങ് ഫ്രണ്ട്സ്. D മീൻസ് ഡോഗ്. S മീൻസ് സൂപ്പർ. നീയൊക്കെ കാര്യം അറിഞ്ഞിട്ട് തന്നെ സംസാരിക്കുന്ന. അതാ തോന്നിവാസം കാണിച്ചിട്ട് കിടന്ന് ചെലച്ചാണ്ടല്ലേ.
കൂട്ടുകാർക്കിടയിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്, അതങ്ങ് ക്ഷമിച്ച് കളയണം. പറ്റൂല. കൂട്ടുകാർക്കിടയിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്, അതങ്ങ് ക്ഷമിക്കുക ചെയ്യണം. പറ്റൂല. അവന് നീയില്ല പറ്റൂലെന്ന്. ഞാൻ അവന്റെ വൈഫാ. അവനൊരു പൊട്ടനാടാ, നിനക്കറിയാലോ. അതുമല്ല, ചിലപ്പോ നിങ്ങൾ പിണങ്ങി പോയി ഞാൻ ഇവന് കൂട്ടാവും. ഇവന്റെ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പിടിക്കൂല. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അടിയാവും. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ പറഞ്ഞു ഒതുക്ക്. നീ പോയി സംസാരിച്ച് അവന് നിന്റെ അടുത്ത് മിണ്ടിക്കൊള്ളാൻ വയ്യ. എനിക്ക് അവന്റെ അടുത്ത് മിണ്ടണ്ടെങ്കിലോ? അവൻ പറയണേ നിന്റെ അടുത്ത് മിണ്ടിയില്ലെങ്കിൽ അവന് ഉറക്കം വരും. നീ അവന്റെ മുഖത്ത് ഒന്ന് നോക്കിയാണ്. ഒരു 15 കിലോയുള്ള തല വെച്ച് ഇങ്ങനെ ശക്തി കാണിക്കില്ല, നമ്മളെ കൈ ബലം കിട്ടുന്നില്ല. ഒന്ന് ചിരിച്ചാണ്. എന്തിനാണ് നമ്മൾ പിണങ്ങിയിരിക്കുന്ന? ഒരു നരതണ്ടി സോഡ കുടിച്ചാൽ തീരുന്ന പ്രശ്നമുള്ള നമ്മൾ തമ്മിൽ. നീ എന്തിനാ ഉമ്മ വെച്ചാ? ഉമ്മ വെച്ചത് എന്തിനാണ് ഉമ്മ വെച്ചത്? ഉമ്മ വെച്ചൂടെ? നിന്റെ ഉമ്മ നിന്റെ പെണ്ടാടി കൊണ്ടുകൂടി എനിക്ക് അയക്കണ്ട. എന്റെ ബെർച്ചിലേക്ക് ഉമ്മ വെച്ചാനാടാ പ്രശ്നം നിനക്ക്? എന്തൊരു അവനോട് അവനും മിണ്ടാൻ വേണ്ടിട്ട്. ആക്ടർ തന്നെ നീ, ആക്ടർ ആക്ഷൻ. നീ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ എന്നെ കയറി അറിഞ്ഞല്ലേടാ ഊസ. ഉമ്മ വെച്ച് ഉമ്മേ ചെറിയ കാര്യത്തിനൊക്കെ. ഞാൻ ഒരു കാര്യം നിന്റെ അടുത്ത് പറയാം, നീ വേറെ അടുത്തത് പറയരുത്. ഞാൻ ആരടുത്ത് പറയാൻ? ഉമ്മയെ കൊണ്ട് സത്യം ഇട്ടാണ്. എന്റെ പെറ്റുമ്മ സത്യം. നമ്മളവിടെ കോളേജിൽ പഠിച്ച ലക്ഷ്മിയില്ലേ, അവക്ക് എന്നെ ഇഷ്ടമാണെന്ന്. ഏത് ലക്ഷ്മി? നമ്മളെ ക്ലാസ്സിൽ ഒരു ലക്ഷ്മിയല്ലേ ഉള്ളൂ. എന്താ ഈ പറയുന്നേ? അവിടെ എനിക്ക് ഫൈനലി ഷീ ഗോട്ട് മീ ടു എ ഗേൾഫ്രണ്ട്. കമ്മിറ്റ് ആയി. എന്റെ പൊന്നുമുത്ത, ഞാനോള് റിലേഷനിലായിരുന്നടാ. വാട്ട്? യെസ്, ഞാനോളും തമ്മിൽ സീക്രട്ട് റിലേഷൻഷിപ്പിലായിരുന്നടാ. മറ്റേ ലക്ഷ്മിയുടെ ആരുടെ മിണ്ടാതെ ഇങ്ങനെ പാവക്കുട്ടി കണക്ക് സൈഡിൽ ഇരിക്കുന്ന അവളാണ്ടറാ. മുതുകത്ത് 2 മറുകുള്ള ലക്ഷ്മി. എടാ ഞാൻ മറുകൊന്നും കണ്ടിട്ടില്ലടാ. നീ എന്റെ അടുത്ത് പറയാത്ത എന്താ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യം? ഇന്ന് രാവിലെ അങ്ങോട്ട് ആയേ ഉള്ളൂ. അതിനിടയ്ക്ക് ഞാൻ അറിഞ്ഞ നീ ഇവിടുത്തെ ചാറ്റ് ചെയ്യുന്ന മുന്നേ എന്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നാ? നിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഏത് കാര്യമാണ് നടന്നിട്ടുള്ള എന്റെ ജീവിതത്തിൽ? ആരെങ്കിലും ഒരുത്തിയെ നീ വെറുതെ വിട്ടുണ്ടോ ക്ലാസ്സിൽ? അത് വിട്. നീ വേറൊരു കാര്യം അറിഞ്ഞാ? ഇല്ല, പറ. നമ്മളെ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച പാർവതി ടീച്ചറല്ലേ, ടീച്ചറിന്റെ ഭർത്താവിന് വേറൊരു ബന്ധമുണ്ടെന്ന് ന്യൂസ് കിട്ടുന്ന അനുസരിച്ച് ഞാൻ നിന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഡ്രൈവർ മാമയില്ലേ, അങ്ങനെ മോള് ഒളിച്ചോടി കേട്ടോ. അത് ഞാൻ അന്നേ നോട്ട് ചെയ്തതാണ്. അവള് പോകുമെന്ന് എനിക്ക് അറിയായിരുന്നു. അജ്മൽ ഒരു സമയത്ത് 3 പെൺകുട്ടിയെ നോക്കിയെന്ന് പറഞ്ഞു, അത് 3 പിടിച്ചടാ. അത് അവന്റെ അഹങ്കാരമുള്ള അങ്ങനെ തന്നെ വേണം അവന്. വേറൊരു ന്യൂസ് കിട്ടി കേട്ടോ. എന്റെ ഓഫീസിൽ റാം എന്ന് പറയുന്നവനും ദേവിക എന്ന് പറയുന്ന പെണ്ണും തമ്മിൽ ഇൻസ്റ്റാ ചാറ്റ് ലീക്കായി. അത് വേണോ വായിച്ചേരട്ടാ? ഇൻട്രസ്റ്റിംഗ് വാട്സ്ആപ്പ് ചെയ്. വേറെ എന്തെങ്കിലും ന്യൂസ് കിട്ടിയാണ്? എന്തേലും ഒരുപാട് നാളെ എന്തെങ്കിലും അറിഞ്ഞിട്ട് ചെവി തരിക്കുന്നു. സത്യം, എന്റെ നാക്ക് കിടന്ന് കുഴയുന്ന എന്തേലും ഇങ്ങനെ പറയാൻ വേണ്ടിട്ട്. ഒരു പെണ്ണും ചെറുക്കനെ നിൽക്കുന്നു, അവരെ പറ്റി കുറ്റം പറഞ്ഞാലേ ഉമ്മ വയ്ക്കുന്നടാ. എന്താടാ നമ്മളില്ലേ ഒരുമാതിരി അവര് സ്നേഹിക്കട്ടാ. കേക്കുന്നതിനൊക്കെ ഒരു അതിരുണ്ട് കേട്ടാ. ഇങ്ങനെ നുണ പറയാതെ നീക്ക. നീ പെണ്ണേഴ്സായിട്ട് റിമാൻഡ് ആയിട്ട് നീ ഒളിച്ച് എന്റെ വീട്ടിൽ നിൽക്കുകയാണ് കേട്ടല്ല. എന്നിട്ട് അവരുടെ താളം വിടുന്നു. അറിയിടാ, നമ്മളൊക്കെ ചുമ്മാ ഡയലോഗെ വിടൂ, ജീവിതത്തിൽ കാണിക്കൂല. സത്യം. അയ്യോ, ഞാൻ ചുമ്മാ അറിഞ്ഞ നിങ്ങൾ പരിപാടി കിടക്കട്ടെ. ഈ രാജമൗലിയൊക്കെ എന്താണ് കാണിക്കുന്നത്? അദ്ദേഹം ഒരു ബാഹുബലി എടുത്തതിനു ശേഷം പിന്നെ എന്ത് തിരിച്ചുവരവാണ് നടത്തിയത്? അത് അദ്ദേഹത്തെ ബാധിക്കും. പ്രേക്ഷകർ എന്ന നിലയിൽ നമുക്കത് ഒരു വർഷം ഇറങ്ങുന്ന പടത്തിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് അൺലിമിറ്റഡ്. അത് മാത്രമല്ല എക്സ്ചേഞ്ച് ചെയ്യുന്നു. തേങ്ങയ്ക്കാണ് ഈ ഓപ്പൺ ഹേമറിന് അവാർഡ് കൊടുത്തത്. നീ എന്തിനാണ് അങ്ങനെ ഒരു അംഗീകാരം കൊടുത്തതെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. സീരിയസ്ലി എന്തിനാണ് അങ്ങനെ ഒരു അവാർഡ് കൊടുത്തതെന്ന് എനിക്കും ഒരു പിടുത്തമില്ല. അല്ല, എന്നാലും അത് എന്തിനു കൊടുത്തു? അത് തന്നെ. ഓപ്പൺ ഹൈമർ ഏത് പടം? മറ്റേ നോളൻ. നീ ടെലിഗ്രാം അയക്കണേ. നടന്മാരെ കാര്യങ്ങൾ ഇതിന്റെ അപ്പുറം കോമഡി. 100 കോടി ഇല്ലെങ്കിൽ അവനെ നനങ്ങൂല. ടോളിവുഡ്, സാൻഡൽവുഡ്, മോളിവുഡ്, ബോളിവുഡ്, ഹോളിവുഡ്, എന്ത് വുഡ്, ഇത് ഒരു വുഡ് ശരിയല്ല. ആർക്കും ആർട്ടിനോടൊരു സ്നേഹമില്ല. അതൊക്കെ ആ പഴയ പടങ്ങൾ എന്ത് രസമായിരുന്നല്ലേ, പ്രകൃതിപരമായ ആർട്ടൊക്കെ ഉണ്ടാക്കി. എന്റെ കയ്യിലെല്ലാം കിട്ടിയിട്ട് ഞാൻ അടിച്ച് ഞാൻ കൈ കൊടുത്താനാ. മലയാള ഇൻഡസ്ട്രിയെ എടുത്ത് ഞാൻ മോളി കയറ്റിയാനാ. ഇനി നിങ്ങളുടെ അടുത്ത് ഞാനൊരു കാര്യം പറയട്ടെ. വേണ്ട, മിണ്ടായി. നീ പറ. നടൻ യദു കൃഷ്ണയ്ക്ക് ഇത്രയും സാലറിയുടെ ആവശ്യമുണ്ടോ? സാലറിയുടെ കാര്യമല്ല, യദു കൃഷ്ണയ്ക്ക് കരിയറിൽ ഒരു ശ്രദ്ധയില്ല. എന്റെ പൊന്നാളിയാ സത്യം, അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. നിങ്ങൾ സിനിമയുടെ കാര്യമൊക്കെ വിട്, നമ്മളെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സിനിമാ കാര്യം വിടുമുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ആ താല്പര്യമില്ല, നീ മിണ്ടാതിരി. എന്തേലും മനസ്സ് വെച്ചിട്ടാണോ ഹാഷിർ നീ ഇപ്പൊ എന്റെ അടുത്ത് സംസാരിക്കുന്നത്? തേങ്ങയില്ല, നീ മിണ്ടാതിരി. അജയ്ക്ക് ഇപ്പൊ 1 ലക്ഷം രൂപയാണ് സാലറി. അതിലിരിക്കാൻ ജോലി റിസൈൻ ചെയ്തു. ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അജയ്ക്ക് ഒരു മോളുണ്ട്, ഒരു മോനുണ്ട്. ഇവൻ എങ്ങനെ അവന്റെ കരിയർ കൊണ്ടുപോകും?
എടാ ഈ പോക്ക് പോവാണെങ്കിൽ അവന്റെ മകളെ കൊണ്ട് എന്റെ മകനെ കെട്ടിക്കേണ്ടി വരും. എന്തായാലും അത്രയും ദാരിദ്ര്യം അവന് വന്നിട്ടില്ല. അത് കാര്യം. ഗൾഫിൽ നല്ലൊരു ജോലി കഴിഞ്ഞിട്ട് ഷാനവാസ് ഇവിടെ വന്ന് നിൽക്കുന്നു. എന്തിന്റെ കഴപ്പ്? അവനൊന്നും കരിയറിൽ വലിയ ശ്രദ്ധയില്ല. കരിയറിന്റെ സ്പെല്ലിംഗ് പോലും നേരെ അറിഞ്ഞൂടെ. അളിയൻ പറയാളിയാ കരിയറിന്റെ സ്പെല്ലിങ്. അല്ല അത് പോട്ടളിയാ. എല്ലാവർക്കും ദൈവം ഓരോ കഴിവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ അങ്ങ് ഉരുട്ടി കൊടുക്കാൻ പറ്റും ദൈവത്തിന്. അത് പതിയെ പതിയെ കരിയർ ബിൽഡ് ചെയ്തെടുക്കണം. നമ്മളെ കരിയർ എന്താണ്? കരിയർ എന്ന് പറയുമ്പോ അത് പിന്നെ കരിയർ എന്നൊക്കെ പറയുമ്പോ അല്ല നമ്മളെ കരിയർ അന്വേഷിച്ച് പോയാ പിന്നെ ഇവരെ കരിയറിനെ പറ്റി ആര് വേവലാതിപ്പെടും? അതാണ് നമ്മളെ കരിയർ. ഉത്തരം കിട്ടി. സൂപ്പർ. ദിസ് വാസ് ദ ആൻസർ ഐ വാസ് സീക്കിംഗ് ഫോർ. ഫൈനലി ഐ ഗോട്ട് ഇറ്റ്. ഇതിന്റെ ഇടയിൽ എന്നെ ചീത്ത വിളിച്ചാൽ ഇംഗ്ലീഷിൽ. ഓ മാൻ, നോ എഡ്യൂക്കേഷൻ. ഈ നാസക്ക് ഇപ്പൊ കരിയർ ബിൽഡിങ്ങിനെ പറ്റി ഒരു ചിന്തയില്ല. കരിയർ ബിൽഡിംഗ് അല്ലല്ലോ, റോക്കറ്റ് ബിൽഡിംഗ് അല്ലേ? അല്ല ഈ ലാസ്റ്റ് ടൈം അവര് റോക്കറ്റ് വിട്ട് എപ്പോഴാ? അല്ല ഈ തുമ്പയിൽ എന്താണ് ഇപ്പൊ നടക്കുന്നത്? ഒന്നുമില്ല, വീട്ടിൽ പോടെ. എനിക്കൊരു കുഴപ്പമുണ്ട്. ഞാൻ ഏത് കാര്യത്തിന്റെ അറ്റം വരെ ഇരുന്ന് ചിന്തിക്കും. കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് ഓവർ തിങ്കറെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് രണ്ടുപേരും അങ്ങനെയായിപ്പോയി. ഞാനും ഇവനും എന്ത് കാര്യം പറഞ്ഞു തുടങ്ങിയാലും ചെന്നെത്തുന്നത് വേറൊരു സ്ഥലത്തായിരിക്കും. നമ്മൾ ഒരു ദിവസം മരിക്കണമല്ലേ? നമ്മളൊരു ദിവസം മരിക്കും. അപ്പം മരിക്കുമ്പോ ഭയങ്കര വേദനയാണ്ടോ. ആ വേദന നമ്മൾ അനുഭവിക്കണമല്ലേ? എനിക്ക് വയ്യടാ മരിക്കാനൊന്നും. നീ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യാതിരി. അതൊക്കെ മരിച്ചതിന് ശേഷമുള്ളല്ലേ. നമ്മൾ ഇനിയിപ്പോ കല്യാണമൊക്കെ കഴിക്കല്ലേ? കല്യാണം കഴിച്ചാ രാത്രി ഉമ്മയൊക്കെ വെക്കാം. കല്യാണം കഴിക്കുന്ന പെണ്ണിനൊരു അവിഹിതം ഉണ്ടെങ്കിലാ? നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണ് നമ്മളെ ഇരുത്തിക്കൊണ്ട് തന്നെ വേറൊരുത്തനെ നോക്കുന്നെങ്കിലാ? നമ്മളില്ലാത്ത നേരത്തെ വീട്ടിൽ വേറൊരുത്തനെ വിളിച്ചു വരുത്തുന്നെങ്കിലാ? നമ്മളെടുത്ത് ചിരിച്ചും കളിച്ച് നിന്നിട്ട് അവൾ അവന്റെ കൂടെ പോയാലോ? അയ്യോ, എന്റെ കൊച്ചിന്റെ അച്ഛൻ ഞാൻ അല്ലെങ്കിലാ? ഞാൻ അവളെ അത്രയും സ്നേഹിച്ചിട്ട് അവൾക്ക് എങ്ങനെയാ എന്നെ ചതിക്കാൻ തോന്നിയ? എങ്ങനെ വിശ്വസിക്കൂടാ ഞാൻ അവളുമാരെയൊക്കെ? എനിക്ക് എന്നെ തന്നെ ചില നേരം വിശ്വാസം വരുന്നില്ല. എന്റെ ജീവിതം ഇവിടെ നശിച്ച്. ഞാൻ ഒരു കഴിവില്ലാത്തവനാടാ. നീ മാത്രോ? ഞാനും കഴിവില്ലാത്തവനല്ലേ? അപ്പൊ മൈൻഡ് ഫുള്ള് നെഗറ്റീവ് ആയടാ. നമുക്കൊരു ട്രിപ്പ് പോവാം. പോണ വഴിക്ക് വണ്ടി ഇടിച്ചാലാ? നമ്മൾ ആരെങ്കിലും കൊണ്ട് അങ്ങോട്ട് ഇടിച്ച് രണ്ടുപേരും മരിച്ചു പോയാലാ? അളി നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തത് തെറ്റാണ് അളിയത്. നമുക്ക് മാത്രം എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്ന? ഈ ആക്സിഡന്റിന്റെ കൂടെ തന്നെ ഒരു കള്ളക്കേസൂടെ തലേ വെച്ച് തന്നാലാ? അത് ചുമന്നോണ്ട് ഞാൻ ജയിലിൽ അങ്ങ് കേറുവിളിയാ. അളിയത് നീ പോയാൽ ഞാനത് സഹിക്കൂല. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോടാ, നീയും കാണത്തില്ലേ കൂടെ പ്രതിയായിട്ട്? ശരിയാണല്ലേ? പോലീസൊക്കെ എടുത്തിട്ട് ഇടിക്കൂടാ നമ്മളെ. വെറുതെ എടുത്തിട്ട് ചവിട്ടി കൂട്ടി പത്രത്തിൽ ന്യൂസ് വന്നു. ഇതൊന്നും നടന്നില്ലല്ലേ? അത് വിട്. ചുമ്മാ ഓരോന്ന് ആലോചിച്ച് കൂട്ടി. പെട്ടെന്ന് ഒരു ഉറങ്ങി എണീക്കുമ്പോ നിന്റെ വീട്ടിൽ ആരുമില്ല, പകരം വേറെ കുറെ ആളുകൾ. നീ എന്ത് ചെയ്യും? ഞാൻ അവിടുന്ന് ഇറങ്ങി പോവും. കാര്യം അതിന്റെ വീടല്ലല്ലോ. അങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലേ? സിമ്പിൾ ആയിരിക്കും. ഞാൻ ഇന്നലെ രാത്രി ഇത് ആലോചിച്ച് കരഞ്ഞ്. ഒരു ദിവസം രാവിലെ എണീക്കുമ്പോ നിന്റെ അച്ഛൻ നിന്റെ അടുത്ത് പറയാണ് മോൻ എന്റെ മോനല്ലെന്ന്. അപ്പൊ നീ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അതിരുന്ന് ആലോചിച്ച് നോക്കളിയാ. കരഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛൻ വന്നിട്ട് എന്റെ അടുത്ത് പറയണം ഞാൻ നിങ്ങളെ മോനല്ലെന്ന്. ഞാൻ മോനല്ലേടാ അയാളാ? ഞാനിപ്പോ അയാളെ മോനല്ലേടാ? നമുക്ക് രണ്ടുപേർക്ക് ആരുമില്ല. നമുക്ക് രണ്ടുപേർക്കും ആരുമില്ലേ? എന്നെ അയാള് പറ്റിക്കായിരുന്ന. ഞാൻ പോണ, എനിക്ക് വയ്യ.